Welcome to AM Stories. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ പോകുന്നത് ഇവിടെ ഉള്ളത് മരിയുടെ ഒരു പഴയ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് ആണെങ്കിൽ ഭയങ്കര സ്ലോ ആണെന്ന് പറഞ്ഞ് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് വിറ്റിട്ട് അവൾക്ക് വേറെ ലാപ്ടോപ്പ് ഇടുന്നത് ഞാൻ പറയാൻ നടക്കത്തില്ല. നമുക്ക് ഇവനെ കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലാപ്ടോപ്പ് ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു ആമസോണിൽ നിന്ന്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ അൺബോക്സ് ചെയ്തിരിക്കണം. ഒരു ലാപ്ടോപ്പ് കിട്ടുമെന്നുള്ള എൻ്റെ മോഹം വെറുതെ ആയിപ്പോയി ഗൈസ്. അത് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച പൈസ ഉള്ള ആവശ്യമില്ല. ഇത് വന്നിട്ട് ടാബ്ലറ്റ് ആണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിനകത്തുള്ള പഴയ ഹാർഡ് ഡിസ്ക് നമ്മളെടുത്തിട്ട് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ അതിനാണ് ഞാൻ ഇത് വാങ്ങിയത്. കാരണം ഇതിനകത്തുള്ള ഹാർഡ് ഡിസ്ക് ഞാൻ മാറ്റിയിട്ട് SSD ആക്കാൻ പോകുന്നത്. SSD ആണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ഈ ഹാർഡ് ഡിസ്ക് എടുക്കുന്നത്. ഓക്കെ, അടുത്ത എന്താ നോക്കാം. ഇതാണ് ഒരു SSD. ക്രൂഷ്യലിൻ്റെ ഒരു 500 GB SSD ആണ്. ഹാർഡ് ഡിസ്ക് പോലെ തന്നെ സെയിം ക്യാരക്ടേഴ്സ് ഉള്ള സാധനമാണ്, പക്ഷേ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ ലാപ്ടോപ്പിലെ ഹാർഡ് ഡിസ്ക് ഇളക്കിയിട്ട് ഇത് ഫിറ്റ് ചെയ്യും. അത് നമ്മുടെ അപ്പം യൂസ് കാണും. അടുത്ത എന്താണെന്ന് ആയിട്ട് നോക്കാം. അടുത്ത വന്നിട്ട് റാമാണ്. 8 GB റാം. ഇതിൻ്റെ ഡിഫോൾട്ട് റാം വന്നിട്ട് 2 GB ആണ്. നമുക്ക് ഭയങ്കര സ്ലോ ആണ്. നമുക്ക് ഈ കുറേ കോപ്പി അങ്ങനെ കുറേ ആപ്ലിക്കേഷനൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ ശോകമാണ്. അതിനകത്ത് ഇതൊന്നും കുറച്ചില്ല. അതൊന്നൊരു റാം വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുള്ള റാം റീപ്ലേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ റാം കൂട്ടിയിടാനുള്ള ഇതിനകത്ത് അടുത്ത ടൂൾ കിറ്റാണ്. അതായത് ഈ ലാപ്ടോപ്പിൻ്റെ ഈ നട്ടും ബോൾട്ടും എല്ലാം ഒന്നും കിടക്കാനായിട്ട് കുറച്ച് ടൂൾ കിറ്റ് വേണം. ഞാൻ കുറേ കാലം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആമസോണിൽ ഒരു ടൂൾ കിറ്റ് വാങ്ങാണ്. ടൂൾ കിറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ടൂൾ കിറ്റാണ്. ഈ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. ഈ ടൂൾ കിറ്റും റാമും ഇനി ഈ ടാബ്ലറ്റും എല്ലാം. ഇത് സ്ക്രൂ ഡ്രൈവർ, ഇതാണ് ഡ്രൈവർ. എടുക്കുക, ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് സൈസാണോ സ്ക്രൂ ഇളക്കുന്നത് അതനുസരിച്ച് ഇത് ഓരോരോ ടൈപ്പ് ഓഫ് സ്ക്രൂസ് ആണ്. പല സൈസിൽ പല മെഷർമെന്റ്സിലുള്ള സ്ക്രൂ ആണ്. അപ്പൊ ഇത് ഈ ഒരു ഇതിൽ ഫിറ്റ് ചെയ്താൽ മതി എന്നാണ് നമുക്ക് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് നമ്മുടെ വീഡിയോസിൽ കാണാം. അപ്പോൾ പഴയ ലാപ്ടോപ്പ് ഉള്ളവർ നിങ്ങൾ ആർക്കും ഇത് വിൽക്കണ്ട. ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലാപ്ടോപ്പ് കിട്ടി നല്ല സ്പീഡ് കിട്ടും. ഇത് മൊത്തം വിളക്കി ഈ റാമും SD ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവരും ബൈ. സോ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.